ചിലരുടെ ജീവിതം തുടങ്ങുന്നത് സ്വപ്നങ്ങളോടെയല്ല, കുറവുകളോടെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ബാലന്റെ കഥയാണ്. നമ്മളിൽ പലരുടെയും കഥയാണത്. രഘു ഒരു ചെറിയ ഗ്രാമത്തിലെ സാധാരണ ബാലൻ. അവന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു, പക്ഷെ അവന്റെ ചെരുപ്പ് പൊട്ടിയതായിരുന്നു. മഴക്കാലത്ത് വെള്ളം കയറും, വെയിലത്ത് കാൽ പൊള്ളും. എന്നാലും അവൻ സ്കൂളിലേക്ക് നടക്കും ഓരോ ദിവസവും. ഒരു ദിവസം ക്ലാസ് മുറിയിൽ ഒരു കുട്ടി പറഞ്ഞു, ഇത്രയും പൊട്ടിയ ചെരുപ്പിട്ട് നീ എന്നാ വലിയ ആളാവാൻ പോകുന്നത്? ക്ലാസ് റൂം മൊത്തം ചിരിയോ കൂട്ടച്ചിരിയായി. രഘു തലകുനിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു, പക്ഷെ അവൻ കരഞ്ഞില്ല. കാരണം അവന്റെ മനസ്സിൽ ഒരു വാക്ക് മാത്രം: ഒരു ദിവസം ഞാൻ മാറും. സ്കൂൾ കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്യും, അമ്മയെ സഹായിക്കും, വൈകുന്നേരം പഠിക്കും. വൈദ്യുതി ഇല്ലാത്ത ദിവസങ്ങളിൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇരുന്ന് അവൻ സ്വപ്നം കണ്ടു. ഇന്ന് ഇരുട്ടാണ്, പക്ഷെ നാളെ വെളിച്ചമുണ്ടാകും. വർഷങ്ങൾ കടന്നുപോയി. പൊട്ടിയ ചെരുപ്പ് മാറി, പക്ഷെ അവനെ തകർക്കാൻ ശ്രമിച്ച വാക്കുകൾ ഇനിയും അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവൻ അതിനെ ശക്തിയാക്കി. ഒരു ദിവസം അതേ സ്കൂൾ ഒരു വലിയ ഫംഗ്ഷൻ വന്നു. ചീഫ് ഗസ്റ്റ് ആരോ? നമ്മുടെ രഘു. സ്യൂട്ടിട്ട് വേദിയിൽ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ പറഞ്ഞു, എൻ്റെ ചെരുപ്പ് പൊട്ടിയതായിരുന്നു, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും പൊട്ടിയിട്ടില്ല. കണ്ണീരോടുകൂടിയ കയ്യടിയായിരുന്നു ആ അങ്കണം മൊത്തം. അങ്ങനെ ഇന്ന് നിന്റെ അവസ്ഥ മോശമായിരിക്കാം, ആളുകൾ ചിരിച്ചേക്കാം, സാഹചര്യങ്ങൾ എതിരായിരിക്കാം, പക്ഷേ ഓർക്കൂ, നീ നിർത്തുന്നത് അവസ്ഥയല്ല, നിന്റെ വിശ്വാസമാണ്. പൊട്ടിയ ചെരുപ്പ് ജീവിതം നിർത്തില്ല, പൊട്ടിയ ആത്മവിശ്വാസമാണ് ജീവിതം തകർക്കുന്നത്. നീ നിർത്തരുത്, നിന്റെ കഥ എഴുതിക്കൊണ്ടിരിക്കും.